സമ്പൂർണ്ണ വിപ്ലവം അല്ലെങ്കിൽ ടോട്ടൽ റെവല്യൂഷൻ അത് നമ്മുടെ ജയപ്രകാശ് നാരായണൻ്റെ കാലഘട്ടത്തിൽ, അന്ന് ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ചില അസ്വസ്ഥതകളുണ്ടായി. അതിൽ കാര്യമായിട്ടുണ്ടായത് ഗുജറാത്തിലാണ്. ഗുജറാത്തിൽ നവനിർമ്മാൺ സമിതി എന്ന് പറഞ്ഞിട്ട് ഒരു സംഘടന വരികയും അവർ അവിടെ ചിമ്മൻഭായ് പട്ടേൽ എന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിക്കെതിരായിട്ട് വലിയ സമരം സംഘടിപ്പിക്കുകയും അത് വിജയിക്കുകയും ചിമ്മൻഭായ് പട്ടേലിനെ പുറത്താക്കുകയും ചെയ്തു. അതിൽ നിന്ന് പ്രചോദനം കണ്ടുകൊണ്ട് ഇന്ദിരാഗാന്ധിയുടെ മറ്റൊരു വിശ്വസ്തനായ മുഖ്യമന്ത്രി അബ്ദുൽ ഗഫൂർ ബീഹാർ ഭരിക്കുന്ന കാലഘട്ടമാണ്, ഞങ്ങളൊക്കെ അവിടെ പഠിക്കുന്ന കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ മറ്റൊരു വലിയൊരു സമരം വന്നു. അതിൻ്റെ പേരാണ് സമ്പൂർണ്ണ ക്രാന്തി അല്ലെങ്കിൽ ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ. ആ സമ്പൂർണ്ണ ക്രാന്തി വിപ്ലവത്തിന് ഇത് നൽകിയത് പിന്തുണ നൽകിയത് ജയപ്രകാശ് നാരായണനാണ്. ഞങ്ങളൊക്കെ അന്ന് പട്നയിൽ അവിടെ പഠിക്കുമ്പോൾ സമരം പൊട്ടി പുറപ്പെട്ടു. എല്ലാ കോളേജസിലും സമരം. ഇപ്പോൾ സമരം എന്ന് പറഞ്ഞാൽ നമ്മളത് നേതാക്കന്മാരെന്നാവണ്ട, നമ്മളെ പിടിച്ചുകൊണ്ടുപോകണമല്ലോ സമരത്തിന്, എല്ലാത്തിനും വണ്ടിയിലിട്ട് സമരത്തിന് കൊണ്ടുപോകണം. അപ്പോൾ സമരം എന്ന് പറഞ്ഞാൽ ബീഹാറിൽ അക്രമാസക്തമായിട്ടുള്ള സമരങ്ങളാണ്. ആ സമരം ടോട്ടൽ റെവല്യൂഷൻ സമര കാലഘട്ടത്തിൽ മാത്രം അവിടുത്തെ അറ്റ്ലീസ്റ്റ് 1/2 ഡസൻ റെയിൽവേ സ്റ്റേഷനുകൾ കത്തിച്ചു കളഞ്ഞു. ഇന്നിപ്പോൾ അറിയപ്പോൾ വലിയ നഗരങ്ങളായി മാറിയിട്ടുള്ള ആറ, ചാപ്ര, ഈ സ്റ്റേഷനുകളെല്ലാം കത്തിച്ച് കളഞ്ഞു. അതേമാതിരി തന്നെ ഈ നമ്മുടെ അസംബ്ലി, ഇന്നിപ്പോൾ നമ്മൾ പറയണ്ടല്ലോ നമ്മുടെ അസംബ്ലിയിൽ ബഹളങ്ങൾ നടക്കണം. അന്ന് അസംബ്ലി കത്തിച്ച് കളയാനുള്ള പരിപാടിയാണ്. അസംബ്ലിക്ക് ചുറ്റും ഇത് വെച്ചിട്ട് ഉപരോധം ഏർപ്പെടുത്തിയിട്ട് അസംബ്ലി ആക്രമിക്കാനായിട്ടുള്ള ഇത് നടക്കുമ്പോഴാണ് അതിൽ ഒരു സംഭവത്തിൽ ഞാൻ അതിൻ്റെ അകത്ത് ഒരു ഭാഗമാക്കുകയും ചെയ്തത് രസകരമായിട്ടുള്ള സംഭവം പറയുന്നത്. അങ്ങനെ ഈ ബഹളങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു ദിവസം ഞാൻ പുറത്തോട്ട് എങ്ങനെയെങ്കിലും ഇതിന് രക്ഷപ്പെട്ട് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനായിട്ട് ഒരു സൈക്കിളിൽ ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ദൂരത്തുനിന്നൊരു പൊടിക്കാറ്റുമാതിരി ഇങ്ങനെ വരുന്നു. കുറേ ആൾക്കാർ ഓടുന്നു, വെടിയുടെ ശബ്ദം എല്ലാം കൂടെ കേൾക്കുന്നു. അപ്പോൾ ഞാൻ സൈക്കിളെടുത്ത് ഞാൻ തിരിച്ചു വിട്ടു, ഓടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ട് ഞാൻ എങ്ങനെയൊക്കെ അന്ന് നമ്മൾ സാധാരണ ട്രെയിനാണ് പോകണമെങ്കിലും ഈ പ്രശ്നങ്ങളുള്ളത് കാരണം ഫ്ലൈറ്റിൽ ഞാൻ കടന്നുകൂടിയിട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കാരണം കംപ്ലീറ്റ് പട്ന നഗരം കത്തിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിട്ട് പ്ലെയിനിൽ കയറി കഴിഞ്ഞ് ഞാൻ കൽക്കട്ടയിൽ ഇറങ്ങിയപ്പോൾ എനിക്ക് കണ്ണ് കാണുന്നില്ല. എന്താ സംഭവം എന്ന് എനിക്ക് പിടിച്ചില്ല. കണ്ണൊന്നും കാണുന്നില്ല, കണ്ണൊക്കെ ചുവന്ന് ഒന്നും കാഴ്ച കാണുന്നില്ല അങ്ങനെ എന്നുള്ളത്. അപ്പോൾ എൻ്റെ ഒരു ബന്ധുവായ മിസ്റ്റർ ടിപ്പു എന്ന് പറഞ്ഞ ആളുടെ വീട്ടിലോട്ട് ഞാൻ വേഗം പോയി. അങ്ങനെ അദ്ദേഹം എന്നെ ആശുപത്രി കൊണ്ടുപോയി അവർ എന്നോട് പറഞ്ഞു ഇത് ടിയർ ഗ്യാസാണ്. എനിക്ക് മനസ്സിലായിട്ടില്ലത് ടിയർ ഗ്യാസാണ്, നമുക്കറിയില്ല ഇതെന്താണ്, ഒരു പൊടിമാറ്റ സാധനം വരുന്നതല്ലേ അറിയുള്ളൂ. അപ്പോൾ അങ്ങനെ ടിയർ ഗ്യാസിൽ പെട്ട് പോയ സംഭവം ഉണ്ടായി. അതേമാതിരി തന്നെ എമർജൻസി കാലത്ത് വേറെ സംഭവം ഉണ്ടായതെന്ന് വെച്ചാൽ ഞങ്ങൾ ട്രെയിനിൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ട്രെയിൻ ഒരു സ്ഥലത്ത് തടഞ്ഞു വെച്ചുകൊണ്ട് ഈ ജയപ്രകാശ് നാരായണൻ്റെ അനുകൂലികൾ ഈ ട്രെയിനിൽ കടന്നുകൂടി. എല്ലാവരും കൂടെ കടന്നുകൂടിയിട്ട് ഈ ട്രെയിൻ ശരിക്കും പറഞ്ഞാൽ ഇവർ ഹൈജാക്ക് ചെയ്ത് പട്ടണക്ക് കൊണ്ടുപോകണം. ഈ ട്രെയിൻ ഇവർ പട്ടണക്ക് കൊണ്ടുപോകണം. അതിൽ നിറയെ ആളെയും കയറ്റിയിട്ട് ടിക്കറ്റൊന്നും എടുക്കാതെ. നിർഭാഗ്യവശാൽ ഞാനന്ന് ടിക്കറ്റ് എടുത്തിട്ടില്ല. കാരണം അവിടെ ടിക്കറ്റ്ലെസ് ട്രാവൽ ഒരു കോമണാണ്. സാധാരണ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആരും ടിക്കറ്റ് എടുക്കില്ല. ആ ടി വരുമ്പോൾ നമ്മൾ ടിക്ക് എന്തെങ്കിലും കൊടുത്തേക്കും. ഇതാണ് ബീഹാറിലൊക്കെ സ്ഥിതി. ഇപ്പോഴും കുറേയൊക്കെ ഇങ്ങനെ തന്നെയാണ്, കുറച്ചൊക്കെ ഭേദപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാവും. അന്നൊക്കെ ഞങ്ങളാരും ടിക്കറ്റൊന്നും എടുക്കാറില്ല, ടിക്കറ്റ്ലെസ് ട്രാവൽ. അങ്ങനെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങളവിടെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് തോളത്ത് തട്ടി നോക്കിയപ്പോൾ കംപ്ലീറ്റ് മിലിറ്ററിയാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ട്രെയിനിനെ മിലിറ്ററി തടഞ്ഞു വെച്ചു. ഇത് പട്ടണക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണല്ലോ, ഇതിനെ തടഞ്ഞു വെച്ചിട്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും പിടിച്ച് ജയിലിലിട്ടു. അപ്പം ഞങ്ങൾ സത്യത്തിൽ ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരല്ല, ഞങ്ങൾ ജസ്റ്റ് ആ വഴിയിൽ പോയതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും പിടിച്ച ജയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓപ്പൺ എയർ ജയിലാണ്. ആ സ്റ്റേഷന് മൊക്കമ്മ എന്ന് പറഞ്ഞൊരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, അതിന് ചുറ്റുമുള്ള ഒരു സ്കൂൾ എന്തോ ഇവർ എടുത്തിട്ട് അതിൽ ആണ് തട്ടിയിട്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് യാതൊരു പിടുത്തവും കിട്ടില്ല എന്താ ചെയ്യാൻ പോകണം, ഇവരെന്താ ചെയ്യാൻ പോകണമെന്നുള്ളത്. പക്ഷേ നമ്മുടെ ആ ലുക്കും മട്ടും ഒക്കെ കണ്ടപ്പോൾ ഞങ്ങളവിടെ ഉള്ള കുറച്ച് അന്ന് കോൺഗ്രസ്സുകാർ പ്രവർത്തകരാണെന്നൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവരോട് സമീപിക്കുകയും ഇങ്ങനെ ഞങ്ങൾ പുറത്തുനിന്നുള്ളവരെ ഞങ്ങൾ വെറുതെ അതിൽ പെട്ടുപോയതാണെന്ന് പറയുമ്പോൾ ഞങ്ങളെ പിന്നീട് അവിടെ നിന്ന് ഒഴിവാക്കിയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു സംഭവമായിട്ടുള്ള ടോട്ടൽ റെവല്യൂഷൻ എന്നുള്ള ഈ സമ്പൂർണ്ണ ക്രാന്തി എനിക്ക് തോന്നുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വയലൻ്റായിട്ടുള്ള ചിലപ്പോൾ ഒരു സംഭവം തെലുങ്കാന ഇപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ തെലുങ്കാന അജിറ്റേഷൻ അല്ലെങ്കിൽ അതേമാതിരിയുള്ള നവനിർമ്മാണ സമിതി അജിറ്റേഷൻ, ഇങ്ങനെയുള്ള ഏറ്റവും കാര്യപ്പെട്ട ഒരു അജിറ്റേഷൻ, അതൊരു ഓൾ ഇന്ത്യ റിപ്പർക്കഷൻ ഉണ്ടാക്കിയ ഒരു അജിറ്റേഷനാണ് ഈ സമ്പൂർണ്ണ ക്രാന്തി. അതിൻ്റെ അനന്തരഫലമായിട്ടാണ് പിന്നീട് ഇന്ത്യയിൽ എമർജൻസി വന്നത്. പിന്നെ എമർജൻസി വന്നല്ലോ, അത് ഈ സമ്പൂർണ്ണ ക്രാന്തി ഫലം. കാരണം വെച്ചാൽ അതിൻ്റെ ഇടയിൽ ജയപ്രകാശ് നാരായണൻ പട്ടാളക്കാരോട് റിവോൾട്ട് ചെയ്യാനായിട്ടുള്ളൊരു ആഹ്വാനം നൽകി.
അത് ഇന്ദിരാഗാന്ധി ഒരു ആയുധമായിട്ട് എടുത്തിട്ട് പറഞ്ഞ് സായുധ വിപ്ലവം നടത്താനായിട്ട് ജയപ്രകാശ് നാരായൺ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജയപ്രകാശ് നാരായൺ അടക്കം ഉള്ള എല്ലാ നേതാക്കന്മാരെയും ജയിലിലിട്ടു. പ്രതിപക്ഷത്തുള്ള ഒട്ടുമുക്കാൽ നേതാക്കന്മാരും ജയിലിലിട്ടു. അത് വേറെ കഥയാണ്. ഏതായാലും അതാണ് എമർജൻസിയുടെ തുടക്കം. ഏതായാലും എമർജൻസിക്ക് കാരണമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടുള്ള സമ്പൂർണ്ണ ക്രാന്തി എന്നുള്ള സംഭവത്തിൽ നേരിട്ട് പങ്കെടുക്കാനും നേരിട്ട് അതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാനുമായിട്ടുള്ള ഒരു ഭാഗ്യം എനിക്കുണ്ടായി. ആ കാലഘട്ടത്തിൽ ഞങ്ങളുടെ കോളേജിൻ്റെ പട്ന യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാൻ, യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ, ഞങ്ങളുടെ കോളേജിൻ്റെ അല്ല, പട്ന യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാൻ ലാലു പ്രസാദ് യാദവും അതിൻ്റെ സെക്രട്ടറി നിതീഷ് കുമാറുമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്ന ഡ്രമാറ്റിക്സ് പേഴ്സണെ എന്ന് പറയുമല്ലോ ഈ ബീഹാർ പൊളിറ്റിക്സിൽ, ലാലു യാദവ്, സുശീൽ കുമാർ മോഡി, നിതീഷ് കുമാർ, അവരെല്ലാവരും ആ സംഭവത്തിൽ എമർജൻസി അല്ലെങ്കിൽ സമ്പൂർണ്ണ ക്രാന്തിയിൽ പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ്. അവരാണ് എൻ്റെ അഭിപ്രായത്തിൽ അന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ജോർജ് ഫെർണാണ്ടസ് അന്ന് റെയിൽവേയിൽ ബോംബ് വെക്കാനായിട്ടുള്ള കോൺസ്പിറസി കേസിൽ എൻ്റെ ഓർമ്മ അതിൽ പങ്കെടുത്തിട്ട് അദ്ദേഹത്തിനെയും പിടിച്ച് ജയിലിലാക്കി. അപ്പോൾ അന്ന് സോഷ്യലിസ്റ്റുകൾ ഭയങ്കരമായിട്ട് ഒരു ഫൈറ്റ് ചെയ്ത ഒരു സംഭവമാണ് ഈ നമ്മുടെ ടോട്ടൽ റെവല്യൂഷനിൽ പങ്കെടുത്തുകൊണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗവാക്കാവാനായിട്ടുണ്ടായി. അതിൻ്റെ ബാക്കി പത്രം ഭയങ്കര രസകരമാണ്. അങ്ങനെ ഞങ്ങളൊക്കെ കോളേജെല്ലാം അടച്ചിട്ടു ഒരു കൊല്ലത്തേക്ക്. ഇന്ന് ഓരോരുത്തർ ഒരു കോളേജ് ഒരാഴ്ച അടച്ചിടുമ്പോൾ 2 ആഴ്ച അടച്ചിടുമ്പോൾ പറയുന്നത് എന്താ, കുട്ടികളുടെ ക്ലാസ് നഷ്ടപ്പെടുന്നു, കുട്ടികളുടെ ഭാവി എന്താവുമെന്നൊക്കെ ചോദിക്കുന്നു. ഇവിടെ ഒരു ഭാവിയില്ല, ഒരു കൊല്ലമാണ് അടച്ചിട്ടിരിക്കുന്നത്, ഒരു കൊല്ലം ആണ്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്നിരിക്കുകയാണ്, എന്ത് ചെയ്യുമെന്ന് അറിയാതെ. നിങ്ങൾ വിശ്വസിക്കില്ല, അന്ന് പട്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കീഴിലാണ്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്നത്തെ മാതിരിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ തെലങ്കാന കമ്മ്യൂണിസ്റ്റ്, ത്രിപുര കമ്മ്യൂണിസ്റ്റ്, വെസ്റ്റ് ബംഗാൾ കമ്മ്യൂണിസ്റ്റ്, കേരള കമ്മ്യൂണിസ്റ്റ്, അതേമാതിരി പട്നയിലെ MP, അന്ന് പട്നയിലെ MP CPI കാരനാണ്. പട്നയുടെ ഇപ്പുറത്തുള്ള ഗംഗയുടെ അപ്പുറത്തെ ഭാഗം നിൽക്കുന്ന ഹാജിപൂർ എന്ന് പറഞ്ഞ ബെൽറ്റ്, അവിടെ CPIയുടെ റെഡ് വില്ലേജസ് ആണത് കംപ്ലീറ്റ്. അന്ന് റെഡ് വില്ലേജസ് എന്ന് അതിനെ പറഞ്ഞിരുന്നത്. ആ പട്ന സിറ്റി ഇന്നിപ്പോൾ എന്തായി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. ആ പട്നയിലൊക്കെ ഒന്നും ഇന്ന് കമ്മ്യൂണിസം ഇല്ല. കമ്മ്യൂണിസം കംപ്ലീറ്റ് തുടച്ചു മാറ്റപ്പെട്ടിരിക്കുകയാണ് അവിടെയൊക്കെ. അവിടെ ഇന്നിപ്പോൾ പട്നയിലെ MP എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ MP ആണ്, BJP MP ആണ്. ഹാജിപൂറിൽ നിങ്ങൾക്കറിയാമല്ലോ, സ്ഥിരം രാംവിലാസ് പാസ്വാൻ്റെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെയും കയ്യിലാണ് ഈ ഹാജിപൂർ. അവിടെ അന്ന് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ജാതി സിസ്റ്റം നിലനിന്നിരുന്നൊരു കാലഘട്ടമാണ്. താഴ്ന്ന ജാതികൾക്ക് ഒരു വാക്ക് പോലും മിണ്ടാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ്. ബീഹാറിലെ ആദ്യത്തെ 15 മുഖ്യമന്ത്രിമാരിൽ 12 പേരും മുന്നോക്ക ജാതിയിൽപ്പെട്ടവരായിരുന്നു. പിന്നീട് ആകെ ഇന്ദിരാഗാന്ധി വന്നതിന് ശേഷം ഭോലാ പാസ്വാൻ ശാസ്ത്രിയെ, അദ്ദേഹം SC/ST ആണ്, അബ്ദുൽ ഗഫൂർ മുസ്ലിം, ഇങ്ങനെ 1-2 പേരെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്നു എന്നുള്ള നിലയ്ക്ക്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് അതാണ് സ്ഥിതി. ഈ റിക്ഷ ഭരിക്കുന്ന ആൾക്കാർ മുഴുവനും പാവപ്പെട്ടവരാണ്. ഇതിൽ SC/STയുടെ സ്ഥിതി വളരെ കഷ്ടമാണ്. ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ കണ്ടിട്ടുണ്ട് മുഷാഹാർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഭാഗം, SC വിഭാഗത്തിൽപ്പെട്ട അവർ ഭക്ഷണം കഴിക്കുന്നത് എലിയെ ചുട്ടിട്ടാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. എലിയാണ് അവർ ഭക്ഷണം കഴിക്കുന്നത്. കഴിഞ്ഞ ബീഹാർ മുഖ്യമന്ത്രിയായിട്ടുള്ള ജതിൻ റാം മാഞ്ചി, അദ്ദേഹം മുഷാഹാർ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളാണ്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട്. അതേമാതിരി തന്നെ ഗംഗ എന്ന് പറഞ്ഞിട്ടുള്ള ഗംഗയുടെ മുകളിൽ കൂടെ അന്ന് ഇന്ന് ഗംഗയുടെ വലിയ ഒരു ഇന്ദിരാ സേട്ടു അല്ലെങ്കിൽ ഒരു പാലമുണ്ട്, 10 കൊല്ലം മുമ്പ് ഉണ്ടാക്കിയാണ്. അന്ന് പാലമൊന്നുമില്ല, നമ്മളൊക്കെ സ്റ്റീമറിലാണ് ഗംഗയുടെ മുകളിൽ പോകുന്നത്. സ്റ്റീമർ അല്ലെങ്കിൽ തുഴഞ്ഞിട്ട് ആണ് ഗംഗയുടെ മുകളിൽ കൂടെ പോകുന്നത്. ടൗണിൽ ബസ് സർവീസൊന്നുമില്ല. എല്ലാവരും 10-20 പേര് ഇടിച്ചുകൂടി ഒരു ഓട്ടോറിക്ഷ ഉണ്ടാവും, ടുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഓട്ടോറിക്ഷയിലാണ് എല്ലാവരും യാത്ര. ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുഴുവൻ ഈച്ചയും പൂച്ചയും എല്ലാം കൂടെ കടികൂടിയിട്ട് ആ ഭക്ഷണമാണ് നമ്മളെല്ലാവരും കഴിക്കേണ്ടി വരിക. അതുണ്ടാക്കുന്നത് കടുകെണ്ണയിലാണ്. നമുക്കാണെങ്കിൽ വെളിച്ചെണ്ണയിലല്ലേ ഭക്ഷണം ഉണ്ടാക്കി പരിചയമുള്ളൂ. അന്ന് സൺഫ്ലവർ ഓയിലൊന്നും അത്ര പോപ്പുലർ. അവർ കടുകെണ്ണ മസ്റ്റർഡ് ഓയിലാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവരല്ല മുട്ട മാതിരിയുള്ള വല്ലതൊക്കെ കഴിക്കാനേ പറ്റുള്ളൂ. മുട്ട പൊരിച്ചോ അങ്ങനെ വല്ലതും കഴിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ അവിടുത്തെ ഒരു ഭക്ഷണവും നമുക്ക് വായിൽ പിടിക്കുന്നതല്ല. ഇന്നത്തെ മായത്തെ ഒരു ഹോട്ടലുകൾ അവിടെ അവൈലബിൾ അല്ല. ഈ ഒരു 1973-74 കാലഘട്ടത്തിന് ശേഷം ഞാൻ പറഞ്ഞു, അവിടെ കംപ്ലീറ്റ്ലി നമ്മുടെ സവർണ മേധാവിത്വം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറി സമ്പൂർണ്ണ വിപ്ലവം വന്നു. പിന്നീട് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വന്നു. മണ്ഡൽ കമ്മീഷൻ 1980 ഈ ജനതാ പാർട്ടി അധികാരത്തിൽ വന്നു. അതായത് എമർജൻസിക്ക് ശേഷം ജനതാ പാർട്ടി അധികാരത്തിൽ വരികയും റാം സുന്ദർദാസ് എന്ന് പറഞ്ഞിട്ടുള്ള SC/ST മുഖ്യമന്ത്രി, കർപ്പൂരി ഠാക്കൂർ, ഇവരെല്ലാം പിന്നോക്ക ജാതികളിൽപ്പെട്ടവരാണ്. കർപ്പൂരി ഠാക്കൂറായിരുന്നു മുഖ്യമന്ത്രി. കർപ്പൂരി ഠാക്കൂറിൻ്റെ കാലഘട്ടത്തിലാണ് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്
മണ്ഡൽ നബി, ഈ മണ്ഡൽ തന്നെ ബീഹാറുകാരനാണ്. ബിണ്ടേശ്വരി പ്രസാദ് മണ്ഡൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. എന്നുവെച്ചാൽ അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഈ സംവരണം, ഈ സിസ്റ്റം നമ്മുടെ സംവരണം വരികയും അതേമാതിരി തന്നെ രാഷ്ട്രീയ രംഗത്ത് ഈ എസ് ടികൾ വരികയും ഇപ്പോൾ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ബീഹാറിൻ്റെ ഒരു ഈ 10-25 കൊല്ലത്തെ ചരിത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലാലു പ്രസാദ് യാദവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും നമ്മുടെ രാബ്രി ദേവിയും പിന്നെ നിതീഷ് കുമാർ, അപ്പോൾ പിന്നോക്കക്കാരുടെ ഈ ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്ന ആൾക്കാരുടെ ഒരു ഭരണം 10-25 കൊല്ലമായിട്ട് ബീഹാറിലുണ്ടായി എന്നുള്ളത് നമുക്ക് അതിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്നുള്ളത് ജസ്റ്റ് ഒരു ഒബ്സർവ് ആയിരുന്നെങ്കിൽ കൂടി നമുക്ക് ഓർക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ ബീഹാറിലെ ആ ജീവിതവും ബീഹാറിൻ്റെ ആ പശ്ചാത്തലവും ഒക്കെ കൂടായി. ഇപ്പോൾ ഈ അടുത്തുവരെ ഞാൻ ബീഹാറിലൊരു 2 മാസം മുമ്പ് പോയിരുന്നു. വലിയൊരു ചേഞ്ചൊന്നും ആ പട്ടണക്കൊന്നും ഉണ്ടായിട്ടില്ല. കുറേയൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കൂടി നിതീഷ് കുമാറിൻ്റെ കാലഘട്ടത്തിൽ വലിയൊരു പുരോഗതി അവിടെ വന്നിട്ടുണ്ട്. അവിടെ ഡെവലപ്മെൻറ്റ് ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള. പക്ഷേ പഴയ സംഭവങ്ങൾ കോപ്പിയുടെ അടക്കമുള്ള സംഭവങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ആ കോപ്പിയടിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അതൊക്കെ ശരി തന്നെയാണ്, സത്യമാണ്, പത്രത്തിൽ കൊടുത്തിട്ടുള്ളത് ശരിയാണ്. ഞങ്ങളുടെ കോളേജിൽ തന്നെ ഞങ്ങൾ ഇരിക്കുമ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും എന്താണെന്ന് വെച്ചാൽ സൈഡിൽ ജനാലിൻ്റെ സൈഡിൽ പോയി ഇരിക്കുകയും അവരൊരു മരത്തെ കയറല്ല നൂലുകൊണ്ടൊരു പുറത്തോട്ട് ഇടുകയും ഈ നൂലിൽ കെട്ടിയിട്ട് താഴത്തുനിന്ന് മുകളിലോട്ട് പേപ്പറുകൾ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതിനെ പുർജി എന്നാണ് പറയുക. എന്തായാലും ഈ പുർജി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ഈ പുർജി നോക്കിക്കൊണ്ട് പരീക്ഷ എഴുതുകയും ഇപ്പുറത്തെ ഭാഗത്താണെങ്കിൽ എക്സാമിനർമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ആൾമാറാട്ടം നടത്തിക്കൊണ്ട് ആണ് അവിടെ വിദ്യ. അപ്പോൾ അവിടത്തേക്ക് ഡിഗ്രികൾക്ക് തന്നെ എന്ത് വില നമുക്ക് കൽപ്പിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമുണ്ട്. അപ്പോൾ ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം, അവിടുത്തെ ഒരു ജീവിത രീതി, അവിടുത്തെ SC ST കളുടെ അവസ്ഥ, അവിടുത്തെ ഇതെല്ലാം കാണാനായിട്ട് നമുക്ക് വലിയ ഭാഗ്യമുണ്ടായി. അതുമാതിരി തന്നെ അവിടെ ആകെ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ ഹിന്ദി സിനിമ വേഗം വരും. അതുകൊണ്ട് ഞങ്ങളൊക്കെ അന്ന് ഹിന്ദി സിനിമയുടെ കാലഘട്ടമാണ്. അങ്ങനെയാണ് അമിതാഭ് ബച്ചൻ അവിടെ രംഗത്ത് വരുന്നത്. അമിതാഭ് ബച്ചൻ്റെ വരവ് അപ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ ജഞ്ചീർ എന്ന പടം ആ കാലഘട്ടത്തിൽ അവിടെ റിലീസ് ചെയ്ത് ഭയങ്കര സൂപ്പർ ഹിറ്റായി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ 2 വലിയ പടങ്ങൾ അവിടെ വന്നു. ഒന്ന് മജ്ബൂറും വേറൊന്ന് ദീവാറൊക്കെ. ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് കണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഓർമ്മ നോക്കുന്നത്. അതോടുകൂടി തന്നെ ഇതെല്ലാം ഒരു ഭയങ്കര സംഭവമായി മാറി. അമിതാഭ് ബച്ചൻ, രാജേഷ് ഖന്നയുടെ ഒരു കാലഘട്ടം മാറി. അമിതാഭ് ബച്ചൻ്റെ ഒരു കാലഘട്ടം ഒരു വയലൻസിൻ്റെ ഒരു കാലഘട്ടത്തിലോട്ട് പോവുകയും നമ്മുടെ മനസ്സിൽ തന്നെ ഇതൊക്കെ ബാധിക്കുന്നുണ്ട്. സിനിമ നമ്മളെ ബാധിക്കുന്നതാണ്. കാരണം വെച്ചാൽ സൈക്കോളജിക്കലി ഒരു വയലൻസിലോട്ട് നമ്മുടെ ചെറുപ്പക്കാർ പോകുന്ന ഒരു കാലഘട്ടം വന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു ഫലമാണ് നമ്മൾ എമർജൻസിയിലും കണ്ടത്. ഈ സമ്പൂർണ്ണ ക്രാന്തിയിലൊക്കെ കണ്ടത് ഈ അമിതാഭ് ബച്ചൻ്റെ ഒരു എഫക്റ്റ് തീർച്ചയായിട്ടും ഇതിലുണ്ടായി കാണും. എൻ്റെ അമിതാഭ് ബച്ചൻ്റെ ഒരു അറിയാലോ, എ ഫൈറ്റ് അഗെയിൻസ്റ്റ് സോഷ്യൽ ഇൻജസ്റ്റിസ് എന്നുള്ള ആ തീം അത് തീർച്ചയായിട്ടും ഉണ്ടായി കാണും എന്നുള്ള ഒരു കാര്യത്തിൽ സംശയമില്ല. കാരണം അതിൻ്റെ ഇടയിലാണ് ചസ്നാല എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ട് ധൻബാദിനടുത്ത്. അവിടെ ഈ ഒരു ട്രാജഡി ഉണ്ടായി, നമ്മൾ കോൾ മൈനിലൊരു ട്രാജഡി ഉണ്ടായി. അതിനെ ബേസ് ചെയ്തുകൊണ്ട് യശ് ചോപ്ര കാലാപത്രം എന്ന് പറഞ്ഞ സിനിമ എടുത്തു. അത് ഈ ഒരു ബീഹാർ പശ്ചാത്തലത്തിലുള്ള സിനിമയായിരുന്നു. അപ്പോൾ ആ സിനിമയും ഇതിനൊക്കെ പല എഫക്റ്റുകൾ എൻ്റെ അഭിപ്രായത്തിൽ തീർച്ചയായിട്ടും സിനിമയ്ക്ക് വലിയ, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലൊക്കെ സിനിമയ്ക്ക് വലിയൊരു എഫക്റ്റ് ഉണ്ടാവും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സിനിമയിൽ കാണുന്നത്, അതിനെ യാഥാർത്ഥ്യമായിട്ട് കാണാനായിട്ടുള്ള ഒരു സ്വഭാവം, അല്ലെങ്കിൽ അതിനെ അനുകരിക്കാനായിട്ടുള്ള ഒരു സ്വഭാവം പ്രത്യേകിച്ച് ഗ്രാമീണരായ വിദ്യാർത്ഥികളിലൊക്കെ ജനങ്ങൾ വളരെ കൂടുതലായിട്ട് അവർ വിചാരിക്കുന്നത് ഇതാണ് സത്യം എന്നുള്ളതാണ് അവർ കാണുന്നത്. അപ്പോൾ അതുകൂടെ നമുക്ക് അവിടെ നിന്ന് കാണാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി. അൽബേനിയ, മാൽഡീവ്സ്, ജോർജിയ, എത്യോപ്യ. സഞ്ചാരം വോളിയം നമ്പർ 11. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അങ്ങനെ ഒരു ജീവിതത്തിലെ വലിയൊരു കാലഘട്ടം, ഇന്ത്യയിലെ ഏറ്റവും വലിയ പിന്നോക്കമായിട്ടുള്ള, ഏറ്റവും വർഗീയമായിട്ടുള്ള, ഏറ്റവും ജാതിപരമായ ചിന്തകളുള്ള, യഥാർത്ഥ മഹാത്മാഗാന്ധി പറഞ്ഞ ഇന്ത്യ ലീവ്സ് ഇൻ ഇറ്റ്സ് വില്ലേജസ് എന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമായിട്ടുള്ള, ചിലപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള ഒരു ടൗൺ, അതായത് പട്ന, ഇതിൽ പഠിക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അത് അവിടുത്തെ കാര്യങ്ങൾ കാണാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായി എന്നുള്ളത്. ആ പട്നയുടെ ട്രാൻസ്ഫോർമേഷൻ ഫ്രം എ കമ്മ്യൂണിസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസി ടു എ സോഷ്യലിസ്റ്റ്, പിന്നെ കോൺഗ്രസ്, പിന്നെ ഇപ്പോൾ ഒരു കാസ്റ്റിസ്റ്റ്, അങ്ങനെ അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയയും നമുക്ക് കാണാൻ പറ്റി എന്നുള്ളൊരു ഭാഗ്യമാണ്. പിന്നെ അവിടെ നിന്ന് അങ്ങനെ ഞാൻ വീട്ടിലിരിക്കുന്നു. ഇത് ബഹളം കാരണം എല്ലാ കോളേജൊക്കെ പൂട്ടിയിരിക്കണല്ലോ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് MES എന്നൊക്കെ ആൾക്കാർ വിളിച്ചിട്ട് പറയും അവിടെ കോളേജ് പൂട്ടി. അപ്പോൾ ഞാൻ പറയും എന്ത് കോളേജ് പൂട്ടി? ഇവിടെ ഞങ്ങൾ ഡെയിലി തോക്കും കുന്തവും വടിയും ആയിട്ടൊക്കെ വലിയ വലിയ റൈഫിളൊക്കെ എല്ലായിട്ടല്ലേ പോകുന്നത്. ഇതിന് സമരത്തിന് പോണതൊക്കെ റൈഫിളും പിസ്റ്റളും ഒക്കെ ആയിട്ടൊക്കെ. അവിടെ ഈ കൺട്രി മെയ്ഡ് ഗൺസ് വളരെ ചീപ്പായിട്ട് കിട്ടും. വളരെ ചീപ്പാണ് കൺട്രി മെയ്ഡ് ഗൺസ്. അങ്ങനെ
അങ്ങനെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു മലയാളി വിദ്യാർത്ഥി, ഒരു ഡോക്ടർ, കാലിക്കറ്റിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി ഒരു ബീഹാറുകാരനായിട്ട് ഒരു കച്ചറിൽ ഏർപ്പെട്ടു. അത് ഡോക്ടർ പേര് ഞാൻ പറഞ്ഞത്, ഡോക്ടർ പ്രേമരാജ്. അദ്ദേഹമായിട്ട് മറ്റവനെന്താക്കി ഒറ്റ ഒരു വാൾ ഊരിൽ ഒരു അറ്റാക്ക് വെട്ടുവിൻ്റെ കൈക്ക്, അങ്ങനെ കൈയുടെ ഒരു കഷ്ണങ്ങൾ പോയി കിട്ടി. വാളുകൊണ്ട് ഒരു ഒറ്റ വെട്ടാണ്. അപ്പോൾ വാള്, കുന്തം, തോക്ക്, റൈഫിള്, ഇതൊക്കെ മെഷീൻ ഗൺ ഒഴികെ ബാക്കി എല്ലാ കാര്യവും ഇവരുടെ കയ്യിലുണ്ട്, വിദ്യാർത്ഥികളുടെ കയ്യിൽ. ഈ വിദ്യാർത്ഥികളാണ് അവിടുത്തെ നേതാക്കന്മാരും അവിടുത്തെ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരും ഒക്കെ. ഇവരെങ്ങനെ മെഡിക്കൽ കോളേജിൽ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ വന്ന് കൂടിയിരിക്കുകയാണ്. ഇവർ പാസ്സാവുന്നില്ല, ഇവരവിടെ തന്നെ അവിടെ കൂടെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വയലൻറ്റ് സെറ്റപ്പിൽ നിന്ന് ഞാൻ സെറ്റപ്പിൽ നിൽക്കുമ്പോഴാണ് വീട്ടിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ ഷെയ്ഖ് അബ്ദുള്ള, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് ഊട്ടിയിൽ ആണ് അദ്ദേഹത്തെ തടങ്കിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്ദിരാഗാന്ധിയായിട്ടൊരു ഒത്തീർപ്പുണ്ടായി, ഒരു ഉടമ്പടി ഉണ്ടായിട്ട് ഷെയ്ഖ് അബ്ദുള്ളയെ ഒഴിഞ്ഞു പോരുകയാണ്. എന്നിട്ട് എൻ്റെ ഓർമ്മ ശരിയായിരുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്ന മീർ കാസിം രാജിവെക്കുകയും അദ്ദേഹത്തിന് പകരമായിട്ട് ഷെയ്ഖ് അബ്ദുള്ളയെ കൊണ്ടുവരികയും ചെയ്തു. അങ്ങനെ ഷെയ്ഖ് അബ്ദുള്ള ആദ്യമായിട്ടൊരു പരിപാടിയിൽ പങ്കെടുക്കുന്ന MES പരിപാടിയിലാണ്. കോഴിക്കോട് വന്നു ഷെയ്ഖ് അബ്ദുള്ള. മുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പായിട്ട് കോഴിക്കോട് വരികയും ഫാദറിൻ്റെ ഈ വീട്ടിൽ, ഈ സ്ഥലത്ത്, ഈ മുറിയിൽ ഇവിടെ വരികയും ഞങ്ങളായിട്ടൊക്കെ ഇതിൽ അവിടെ ഗസ്റ്റായിട്ട് വന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ ഉമ്മ പറഞ്ഞ് ഇവൻ എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ എന്താ ചെയ്യണം പറഞ്ഞ്, ഇവൻ ഇങ്ങനെ ടോട്ടൽ റെവല്യൂഷനിൽ പെട്ട് കിടക്കുകയാണ്, ഇവിടെ ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്, അവിടെ കോളേജൊന്നും തുറക്കണില്ല, എന്താ നമുക്ക് എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ചെയ്തത് അതിനെന്താ ഞാനവിടെ കൊണ്ടുപോകാതെ, ഞാൻ അവിടെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഞാൻ ചേർത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് വെറുതെ പറഞ്ഞാണെന്ന്, വെറുതെ ഒരു ഭംഗിയ വാക്ക് പറഞ്ഞാണ്. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ PA പറഞ്ഞ് എന്നെ വന്ന് കാണണം, ഡോക്ടറോട് മകനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഇവിടെ നിന്ന് അന്നത്തെ പ്രോസസ്സും ബുദ്ധിമുട്ട് തന്നെയാണ്. കോഴിക്കോട് ടു മദ്രാസ് ടു ഡൽഹി ട്രെയിൻ, ഡൽഹി ടു ജമ്മു ട്രെയിൻ, പിന്നെ ഒരു 24 മണിക്കൂർ ബസ് റൈഡ് ബനിഹാൾ പാസിലൂടെ. അങ്ങനെ അങ്ങോട്ട് പോയി നമ്മൾ ശ്രീനഗറിലെത്തുന്നു. അങ്ങനെ ഷെയ്ഖ് അബ്ദുള്ളയുടെ ചില സിൽബന്ദികളെ കാണാനായിട്ട് പോകുന്നു. അവരിലൂടെ ഷെയ്ഖിനെ ബന്ധപ്പെടുന്നു. അങ്ങനെ ഷെയ്ഖിൻ്റെ ഒരൊറ്റ എന്താ പറയുക കാരുണ്യത്തിൻ്റെ ഫലമായിട്ട് ഞാൻ ശ്രീനഗർ മെഡിക്കൽ കോളേജിൽ പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കുന്നു, ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ. അപ്പോൾ ഒരു കൊല്ലം പോയി കിട്ടി, ബീഹാറിലൊരു കൊല്ലം അങ്ങോട്ട് പോയി കിട്ടി. അങ്ങനെ പുതിയതായിട്ട് അഡ്മിഷൻ എടുക്കുന്നു. അങ്ങനെ എനിക്ക് കാശ്മീരി ജനതയും അവരുടെ സ്വഭാവങ്ങളും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടാനുള്ള വലിയൊരു ഭാഗ്യമുണ്ടായി. അതിൽ ഞാനൊരു കാര്യം തീർത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെല്ലാം വിചാരിക്കുന്ന മാതിരിയല്ല, ഏറ്റവും സമാധാനപ്രിയരും ഏറ്റവും സെക്യുലറായിട്ടുള്ളവരും ഏറ്റവും ഇന്ത്യയോട് സ്നേഹമുണ്ടായിരുന്ന ഒരു വിഭാഗമാണ് കാശ്മീരികൾ. ഇന്നത്തെ അവരുടെ അവസ്ഥക്ക് കാരണം നമ്മളാണ്. ഇപ്പോൾ പലരും ആർട്ടിക്കിൾ 370 പറ്റി സംസാരിക്കുന്നുണ്ട്. അവർ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്നു. അവർ പാകിസ്ഥാനിൽ തന്നെ പോകേണ്ട ആൾക്കാരാണ് ഒറിജിനലി. കാരണം അതിൻ്റെ പാർട്ടീഷൻ്റെ പ്ലാൻ അങ്ങനെയാണല്ലോ. കണ്ടീജിയസ് ഏരിയാസ് വിച്ച് ആർ ഹാവിങ് മെജോറിറ്റി വിൽ ഗോ ടു പാകിസ്ഥാൻ, മുസ്ലിം മെജോറിറ്റി, ആൻഡ് ഹിന്ദു വിൽ കം ടു ഇന്ത്യ. ഇത് അന്ന് ഷെയ്ഖ് അബ്ദുള്ളയുടെ പ്രത്യേക താല്പര്യം കൊണ്ടാണ് അത് ഇന്ത്യയിൽ ചേർന്നത്. അവർ മുസ്ലിം കോൺഫറൻസ് എന്നുള്ള അവരുടെ പാർട്ടിയുടെ പേരും കൊടിയും മാറ്റിക്കൊണ്ട് അതിൻ്റെ പേര് ചുവപ്പ് കൊടിയാക്കി നാഷണൽ കോൺഫറൻസ് പേരാക്കി അവർ ഇന്ത്യയുടെ കൂടെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇതുണ്ടായിട്ടുള്ളത്. അന്ന് അവരായിട്ടുണ്ടാക്കിയിട്ടുള്ള ചില അഗ്രിമെൻറ്റുകളുണ്ട്. ആ അഗ്രിമെൻറ്റുകൾ വയലേറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ, ഇൻക്ലൂഡിങ് ആർട്ടിക്കിൾ 370. കാരണം ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഒരു വളരെ മോഡേൺ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആയിരുന്നു കാശ്മീർ അന്ന്. ഒരു മതമൗലികവാദിയെ ഞാനവിടെ കണ്ടിട്ടില്ല, ഞാനവിടെ പഠിക്കുന്ന കാലഘട്ടത്തിൽ. നിങ്ങൾ വിശ്വസിക്കില്ല, ക്ലാസ്സിൽ ഞങ്ങൾ ഇരിക്കുമ്പോൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ കോളേജിൽ ഒരുമിച്ചിരിക്കുന്നില്ലല്ലോ. ആൺകുട്ടികളൊരു ഭാഗത്തും പെൺകുട്ടികളൊരു ഭാഗത്തുമാണ് ഇരിക്കുന്നത്. അവിടെ ഒരു മുസ്ലിം ഭൂരിപക്ഷമായിട്ടുള്ള സ്റ്റേറ്റിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ഞങ്ങളെല്ലാം കളിച്ചിരുന്നത്. കാരണം ഞാൻ ടേബിൾ ടെന്നീസ്, ഞാൻ അവിടെ കാശ്മീർ യൂണിവേഴ്സിറ്റിക്ക് ടേബിൾ ടെന്നീസ് കളിച്ചതാണ്. അവിടെ എൻ്റെ പാർട്ട്ണറായിരുന്ന യാസ്മിൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയാണ്. ഞങ്ങൾ മിക്സഡ് ഡബിൾസ് കളിച്ചിരുന്നു. മിക്സഡ് ഡബിൾസ്, ബാഡ്മിൻ്റൺ, മിക്സഡ് ഡബിൾസ്. വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു വിഭാഗമായിരുന്നു കാശ്മീരിലെ മുസ്ലിംസ്. അവിടെ എൻ്റെ ഓർമ്മ അവിടെ 10-12 സിനിമാ തിയേറ്റർ, നല്ല ഉഗ്രൻ സിനിമാ തിയേറ്ററുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഏത് നമ്മുടെ ശ്രീനഗർ ടൗണിൽ ഏറ്റവും പുതിയ പടങ്ങൾ റിലീസ് ചെയ്തിരുന്നു. എല്ലാ പടങ്ങളുടെ ഷൂട്ടിംഗ് അവിടെ നടന്നിരുന്നത്. ഹിന്ദി സിനിമയുടെ ഒട്ടുമുക്കാൽ വലിയ നമ്മൾ അറിയപ്പെടുന്ന പടങ്ങൾ മുഴുവനും ഷൂട്ട് ചെയ്തിരുന്നത് അവിടെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ യാസ് ചോപ്രയുടെ മാതിരിയുള്ള ഡയറക്ടേഴ്സൊക്കെ കാശ്മീർ ഓറിയൻറ്റഡ് ആയിരുന്നു അന്ന്.
ആ ഒരു കാശ്മീർ, ഇന്ത്യയിലെ ടൂറിസ്റ്റ് മുഴുവനും ഭൂരിപക്ഷവും പോയിരുന്ന കാശ്മീർ, അവിടെ ഏറ്റവും സെക്കുലറായിട്ട് കാര്യങ്ങൾ നീങ്ങിയിരുന്ന അവിടെ പണ്ഡിറ്റ് എന്ന് പറഞ്ഞാൽ, പണ്ഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ കാശ്മീരി ബ്രാഹ്മിൻസ് എന്നാണ് അവിടുത്തെ ആ പണ്ഡിറ്റ് വിഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ പണ്ഡിറ്റ്സിൻ്റെ നിന്ന് ബ്രാഹ്മണരിൽ നിന്ന് വ്യത്യസ്തമാണ്. അവർ ഇറച്ചി കഴിക്കുന്ന പണ്ഡിറ്റുകളാണ്. അവർ ഈ ബംഗാളി ബ്രാഹ്മണർ മത്സ്യം കഴിക്കും, അതേമാതിരി തന്നെ കാശ്മീരി ബ്രാഹ്മണർ മട്ടൺ കഴിക്കും. പക്ഷേ അവിടെ ബീഫ് നിരോധിച്ചിരുന്നു. ഇപ്പോൾ ബീഫ് നിരോധനത്തിനെ പറ്റിയിട്ട് നമ്മൾ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ടല്ലോ. കാശ്മീരിൽ എക്കാലത്തും ബീഫ് നിരോധിച്ചിട്ടുണ്ട്. അതാരും എന്താ പറയാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ അന്ന് തന്നെ മഹാരാജ ഹരിസിംഗിൻ്റെയും അതേമാതിരി തന്നെ ഷെയ്ഖ് അബ്ദുള്ളയുടെയൊക്കെ ഒരു നിർബന്ധപ്രകാരം ന്യൂനപക്ഷ സമുദായത്തിൻ്റെ വികാരങ്ങളെ കണക്കിലെടുത്തുകൊണ്ട് അവിടെ ബീഫില്ല. അപ്പോൾ ഞങ്ങൾക്ക് ആർക്കും ബീഫ് കിട്ടാറില്ല. അവിടെ ഹോസ്റ്റലിലൊന്നും ബീഫില്ല. ആ കാശ്മീരിൽ പഠിക്കാനുള്ള ഒരു മഹാഭാഗ്യം എനിക്കുണ്ടായി. അവിടെ ഒരു മിലിറ്റൻസിയും ഇല്ല, ഒരു തീവ്രവാദവും ഇല്ല, ഒന്നുമില്ല. ഞങ്ങളുടെ ഹോസ്റ്റലിൻ്റെ നേരെ മുമ്പിലായിരുന്നു മിലിറ്ററി ക്യാമ്പ്. അപ്പം മിലിറ്ററി ക്യാമ്പിൽ ഇഷ്ടംപോലെ നമ്മുടെ മലയാളികളുണ്ടാവുമല്ലോ. അപ്പോൾ ഞങ്ങൾ നോക്കിയോ, ഈ നമ്മുടെ മെസ്സ് നോർത്ത് ഇന്ത്യൻ മെസ്സാണ്. അപ്പോൾ അത് നമുക്ക് തീരെ പറ്റിയിരുന്നില്ല. അപ്പോൾ ഈ മിലിറ്ററി ഓഫീസേഴ്സിന് മെസ്സുണ്ട്. അപ്പോൾ ആ മെസ്സ് ഫുഡാണ് ഞങ്ങളെല്ലാവരും വരുത്തിച്ച് കഴിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ മാസം ഒരു പേയ്മെൻറ്റ് അവിടെ കൊടുക്കും. എങ്ങനെയാണ് വന്നിരുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. മിലിറ്ററിയിലെ മെസ്സിലെ ഭക്ഷണം നമ്മളെങ്ങനെ കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് അറിഞ്ഞൂടാ. അവിടെ നമ്മൾ കഴിച്ചിരുന്നു. അവിടെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ടീച്ചേഴ്സും ഉണ്ടായിരുന്നു, പ്രൊഫസർമാർ, ഡോക്ടർമാർ എല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ഒരു തരത്തിലുള്ള വർഗീയതയും നമ്മളവിടെ കണ്ടിരുന്നില്ല. ആ കാശ്മീർ, സുന്ദരമായിട്ടുള്ള കാശ്മീർ, ആ കാശ്മീരിലാണ് ഞങ്ങളൊക്കെ പഠിച്ചത്. ഞാൻ ഉദാഹരണമായിട്ട് ഞങ്ങൾ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ പിക്നിക്കിന് പോയിരുന്നു. ഗുൽമർഗിൽ, പഹൽഗാമിൽ പോവുക, അവിടെ പോവുക. വളരെ മോഡേൺ ആയിട്ടുള്ള, ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സിങ് ആയിരുന്നു അവിടുത്തെ പെൺകുട്ടികളുടെയൊക്കെ. സൽവാർ കമ്മീസാണ്, പക്ഷേ ഏറ്റവും അവരുടെ ഡ്രസ്സ് അറിയാമല്ലോ, സൽവാർ കമ്മീസാണ് ഡ്രസ്സ്. അതുമാതിരി തന്നെ അവിടുത്തെ ഈ ഭക്ഷണ രീതിയിൽ അതിൻ്റെ പേര് വാസ്വാൻ എന്ന്. ഒരു 24 ഡിഷ് മട്ടൺ ഉണ്ടാവും. ഈ ഗുസ്താബ, യക്കിനി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള മട്ടൺ ഡിഷുകളും കാര്യങ്ങളും ഒക്കെ, അതൊക്കെ അവർ വളരെ സൗഹാർദ്ദപൂർവ്വം നമ്മളെല്ലാവരെയും വിളിക്കുകയും നമ്മളായിട്ട് പങ്കിടുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഒരു വർഗീയ ലഹള പോലും കാശ്മീരിൽ ഉണ്ടായിട്ടില്ല. നമ്മളെ മനസ്സിലാക്കണം. നമ്മൾ ഇന്ന് കാശ്മീരിനെ പറ്റി സംസാരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കണം, ഉത്തർപ്രദേശിലും ബീഹാറിലും ഗുജറാത്തിലും ഒക്കെ ഉണ്ടായ മാതിരത്തെ വർഗീയ ലഹളകൾ വെച്ച് നോക്കുമ്പോൾ മുസ്ലിംകൾ 90% കാശ്മീർ വാലിയിൽ ഒരു വർഗീയ ലഹള ഉണ്ടായിരുന്നില്ല. പിന്നെ എന്ത് സംഭവിച്ചു? ഞാൻ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായതുകൊണ്ട് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അനാവശ്യമായിട്ടുള്ള പൊളിറ്റിക്കിങ്. അവിടുത്തെ ഒരു എലക്ഷൻ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ടിട്ട് ആ എലക്ഷൻ വെറും ഒരു പ്രഹസനമാക്കി മാറ്റി. ആ പ്രഹസനമാക്കി മാറ്റിയതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഷെയ്ഖ് അബ്ദുള്ള മരിച്ചതിന് ശേഷം, കാരണം അദ്ദേഹത്തിന് കുടുംബമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. അത് കാരണം ഫാറൂഖ് അബ്ദുള്ളയും പിന്നീട് MESൻ്റെ കോൺഫറൻസിൽ വന്ന് പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, ആ കുടുംബത്തിൻ്റെ ആധിപത്യം തകർക്കാൻ വേണ്ടിയിട്ട് അവരിൽ തന്നെ പെട്ട ഒരു ഗുൽഷാ എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ സണ്ണിൻലോവനെ അവിടെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് നേതൃത്വം അനാവശ്യമായിട്ട് ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉദിച്ചത്. അപ്പോൾ അവിടുത്തെ തീവ്രവാദത്തിന് കാരണം പാകിസ്ഥാനിൽ നിന്നുള്ള പ്രചോദനം ഉണ്ടാവും തീർച്ചയായിട്ടും. കാരണം ഇതിൻ്റെ ഒരു ഭാഗം ആസാദ്, ഞങ്ങളെല്ലാവരും ഈ തീവ്രവാദി ഇൻഫെസ്റ്റഡ് ഏരിയ എന്ന് പറഞ്ഞാൽ സോപ്പൂറിലൊക്കെ ഞങ്ങളൊക്കെ പോയി നോക്കാറുണ്ട്. അപ്പോൾ ആ സോപ്പൂർ ഏരിയ അതിൻ്റെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാൻ്റെ ആ പോർഷൻ്റെ പേര് അവർ വിളിക്കുന്നത് ആസാദ് കാശ്മീർ, നമ്മൾ ഹൻസ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ആസാദ് കാശ്മീർ, ഈ ആസാദ് കാശ്മീരിൽ തീർച്ചയായിട്ടും, കാരണം ഈ കാശ്മീരിലുള്ള ബന്ധുക്കൾ അപ്പുറത്തിരിക്കുന്നുണ്ടല്ലോ, അവരൊന്നും ഇടപെട്ടിട്ടില്ല ഇതുണ്ടായത്. ഇത് ഉണ്ടാവാനുള്ള കാരണം തീർച്ചയായിട്ടും നമ്മളുടെ പിടിപ്പുകേടാണ്. കാരണം ഉദാഹരണമായിട്ട് ഇവിടുത്തെ ഉണ്ടായ മാതിരി തന്നെ പഞ്ചാബിൽ സന്ത് ജർണൈൽ സിംഗ് ഭിന്ദർൻവാല എങ്ങനെ ഉത്ഭവിച്ചോ, എങ്ങനെ അദ്ദേഹത്തിന് അവിടെ നിന്ന് സപ്പോർട്ട് കിട്ടിയോ, അതേമാതിരി കാശ്മീർ മിലിറ്റൻസിക്കുള്ള മുഖ്യമായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ തന്നെ ഗവൺമെൻറ്റിൻ്റെ പിടിപ്പുകേടാണ്. എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനിയും ഇതുമാതിരിയുള്ള പിടിപ്പുകേട് കാണിച്ച് അനാവശ്യമായിട്ടുള്ള കാശ്മീരി അഫയേഴ്സിൽ പോയി ഇടപെട്ടാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ വീണ്ടും ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ അവർ വേണ്ടാത്ത തീവ്രവാദത്തിലോട്ടും മതമൗലികവാദത്തിലോട്ടും തിരിയുകയും ചെയ്യും എന്നുള്ളതാണ്. ഏതായാലും വളരെ സുന്ദരമായിട്ടുള്ള സ്ഥലമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇൻട്രസ്റ്റിംഗ് പോയിൻ്റ് എന്തായിരുന്നു വെച്ചാൽ, കാശ്മീർ എന്ന് വെച്ചാൽ കാശ്മീരിലെ സിനിമ ഷൂട്ടിംഗ്. കാരണം എവിടെ നോക്കിയാലും എങ്ങനെ നോക്കിയാലും ഒരു യൂണിറ്റെങ്കിലും ഒരു ഡെയിലി അവിടെ ഉണ്ടാവും. ഈ നമ്മുടെ ഹിന്ദി സിനിമയുടെ ഒരു യൂണിറ്റെങ്കിലും ഉണ്ടാവും.
അപ്പോൾ അത് ഗുൽമർഗിലായാലും അല്ലെങ്കിൽ ടങ്മർഗിലായാലും അല്ലെങ്കിൽ പഹൽഗാം, ഇതൊക്കെയാണ് അവിടുത്തെ വലിയ ടൂറിസ്റ്റ് സ്ഥലങ്ങൾ. ഈ ടൂറിസ്റ്റ് സ്ഥലങ്ങളിൽ ഇവരുണ്ടാവും. അപ്പോൾ നമ്മളത് അന്വേഷിച്ച് കണ്ടുപിടിക്കും ആരെവിടെയുണ്ടെന്നുള്ളത്. എന്നിട്ട് അവിടുന്ന് കോളേജിൽ നിന്ന് എല്ലാവരും ആൺകുട്ടികളും മുൻകുട്ടികളൊക്കെ ബാച്ചായിട്ട് അവിടെ പോകാറും ഷൂട്ടിങ്ങിന് പോകാറും അങ്ങനെയാണ് നിന്നിരുന്നത്. അതേമാതിരി തന്നെ നമ്മുടെ ഇവിടെ നിന്നും നമ്മുടെ പല ഗസ്റ്റുകളും നാട്ടിൽ നിന്ന് വരും. കാശ്മീരല്ലേ, കാശ്മീർ കാണാനായിട്ട് കാശ്മീരിൽ വരിക, കാശ്മീരിൽ പോവുക, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. ഏതായാലും എനിക്കതിൽ കാശ്മീർ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ അനുഭവം കാശ്മീരിൽ എന്താണെന്ന് പറയുന്നത്, നമ്മൾ കാണുന്ന കാശ്മീരല്ല. അവിടുത്തെ ജനങ്ങളെന്ന് പറഞ്ഞാൽ ഏറ്റവും സൗഹാർദ്ദപൂർവ്വം ഇന്ത്യയെ സ്നേഹിച്ചിരുന്നവരും നമ്മുടെ വ്യവസ്ഥിതിക്കുള്ളിൽ നിന്നിരുന്നവരും വളരെ ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവരാണ്. അപ്പോൾ അവരെ മാറ്റിയെടുത്തതിൽ, ഈ തരത്തിലുള്ള ഒരു തീവ്രവാദത്തിലോട്ട് മാറ്റിയെടുത്തതിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയൊരു പങ്ക് നമ്മുടെ ഗവൺമെൻറ്റുകൾക്കുണ്ട്.